രക്ഷയുടെ പാതയിൽ വർഷത്തിലെ സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനാഗീതം ആലപിക്കുവാനായി മേഘനയെയും അലീനയെയും തെരേസിനെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സീറോ മലബാർ മതബോധന കമ്മീഷൻ സെക്രട്ടറി റെവറൻഡ് ഫാദർ തോമസ് മേൽവട്ടത്ത് ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെയും 2021-22 വർഷത്തെ വിശ്വാസ പരിശീലനം ഉദ്ഘാടനം ചെയ്യുന്ന സഭയുടെ പിതാവും തലവനും മേജർ ആർച്ച് അഭിവന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവേയും മതബോധന കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ട് പിതാവേയും കമ്മീഷൻ അംഗങ്ങളായിട്ടുള്ള മാർ ലോറൻസ് മുക്കുഴി പിതാവേയും മാർ ജോസഫ് അരുമച്ചാടത്ത് പിതാവേയും പ്രിയ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛന്മാരെ, വിശ്വാസ പരിശീലകരെ, മാതാപിതാക്കളെ, കുട്ടികളെ, സഹോദരങ്ങളെയും
സഭ മുഴുവനും ഏറെ താല്പര്യത്തോടും തീക്ഷ്ണതയോടും കൂടി നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണല്ലോ വിശ്വാസ പരിശീലനം. നമ്മുടെ സഭയുടെ വിശ്വാസ പരിശീലന പാഠാവലി സഭ വിശ്വാസ പരിശീലനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ വലിയ തെളിവാണല്ലോ. ആഗോള സഭയ്ക്ക് ഒരു വലിയ വിശ്വാസ സാക്ഷ്യമായി നമ്മുടെ ഈ പാഠാവലി നിലകൊള്ളുന്നു. നമുക്ക് ഇതിൽ ഏറെ അഭിമാനിക്കാം. ഈ പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യുന്ന ഗുഡ്നസ്, ഷെക്കീന, ഷാലോം TV ചാനലുകളെ നന്ദിയോടെ ഓർക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് സഭയുടെ പിതാവും തലവനും മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവാണ്. വിശ്വാസ പരിശീലന മേഖല വലിയ പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷിത രംഗങ്ങളിൽ ഒന്നാണ്. ഈ പാഠാവലിയിലെ അതിൻ്റെ രൂപീകരണത്തിൽ വലിയ പിതാവ് വഹിച്ച പങ്ക് ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. അത് അദ്ദേഹം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് വിശ്വാസ പരിശീലനത്തിനുള്ള പ്രാധാന്യം. വലിയ പിതാവേ, അങ്ങ് വിശ്വാസ പരിശീലന മേഖലയ്ക്ക് സഭയുടെ പിതാവും തലവനും എന്ന നിലയിൽ ഇന്നും ശക്തമായ നേതൃത്വം നൽകുന്നു. ഈ ഉദ്ഘാടന മീറ്റിങ്ങിലേക്ക് അങ്ങേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ വിശ്വാസ പരിശീലന കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് ജോർജ് ഞർലക്കാട്ട് പിതാവും മറ്റ് അംഗങ്ങളായിട്ടുള്ളത് മാർ ലോറൻസ് മുക്കുഴി പിതാവ്, മാർ അരുമച്ചാടത്ത് ജോസഫ് പിതാവ് എന്നിവരാണ്. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സഭയുടെ വിശ്വാസ പരിശീലന ചെയർമാനും തലശ്ശേരി അതിരൂപത അധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ട് പിതാവാണ്. വിശ്വാസ പരിശീലനത്തിന് ഏറെ താല്പര്യത്തോടെ നേതൃത്വം കൊടുത്തുകൊണ്ട് പിതാവ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. പിതാവിന് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. എല്ലാ രൂപത ഡയറക്ടർമാരെയും വൈദികരെയും സന്യസ്തരെയും മാതാപിതാക്കളെയും വിശ്വാസ പരിശീലനം കൊടുക്കുന്ന അധ്യാപകരെയും വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവജനങ്ങളെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു വിശ്വാസ പരിശീലന വർഷം ഏവർക്കും ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രക്ഷയുടെ പാതയിൽ ദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനുമായി സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായി മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായിൽ പ്രിയമുള്ള അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക സഹോദരന്മാരെ, സമർപ്പിതരായ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യാപകരെ, വിശ്വാസ പരിശീലനം സ്വീകരിക്കുന്ന കുട്ടികളെ, യുവതീ യുവാക്കന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ. 2021-22 വർഷത്തിലെ നമ്മളുടെ വിശ്വാസ പരിശീലനത്തിന് ഇന്ന് ആരംഭം കുറിക്കുന്നു. ഈ വലിയ സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്പം ചിന്തിക്കുന്നത് നന്നായിരിക്കും. കൊറോണ ബാധയുടെ പ്രത്യേക സാഹചര്യവും ഇന്നുണ്ടല്ലോ. കോവിഡ്-19 കഷ്ടതകളിലൂടെ കടന്നു പോവുകയാണ് മനുഷ്യ സമൂഹം മുഴുവൻ. നമ്മുടെ ഭാരതത്തിലും കേരളത്തിലുമൊക്കെ ഈ മഹാമാരി കൂടുതൽ വ്യാപിക്കുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യരെല്ലാം ഭയത്തിലും ആശങ്കകളിലുമാണ്. എന്നാൽ നമുക്കറിയാം, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മളോടുകൂടെ ഉണ്ട്. അവിടുന്ന് നമ്മളെ സംരക്ഷിക്കും. നാം ഈ മഹാമാരിയിൽ നിന്ന് തീർച്ചയായിട്ടും വിമോചിതരാകും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വാസ പരിശീലനം കൂടുതലായിട്ട് നൽകുവാൻ സഭയ്ക്ക് സാധിക്കണം. ആ ഒരു
ഉത്തരവാദിത്വം കൂടി ഈ പ്രാവശ്യത്തെ വിശ്വാസ പരിശീലന വർഷത്തിൽ അധ്യാപകരും കുട്ടികളും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഭ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു. നമ്മുടെ സീറോ മലബാർ സഭയുടെ സിനഡിൻ്റെ വിശ്വാസ പരിശീലന കമ്മീഷൻ അതേക്കുറിച്ച് വളരെ ഗഹനമായി ചിന്തിച്ച് പഠിച്ച് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ TV ചാനലുകളിലൂടെ കുട്ടികൾക്കെത്തിക്കുക, വീടുകളിലെത്തിക്കുക. കാരണം ഇപ്പോൾ ദേവാലയത്തിൽ വന്ന് അല്ലെങ്കിൽ ഇടവകകളുടെ വിശ്വാസ പരിശീലന സംവിധാനങ്ങളിലൂടെ പരിശീലനം നേടുവാൻ കുട്ടികൾക്ക് പ്രയാസങ്ങളുണ്ട്, ക്ലേശങ്ങളുണ്ട്. നാം ഒന്നിച്ചു കൂടുന്നതിനെ അധികാരികൾ നിയന്ത്രിച്ചിരിക്കുകയാണ്. അവരുടെ നിയന്ത്രണത്തിന് അർത്ഥവുമുണ്ട്. ഈ രോഗത്തിൻ്റെ വ്യാപനത്തെ നമുക്ക് നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്പോഴങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സഭ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ സമീപനം ഏറ്റവും സ്വീകാര്യമാണ്. അത് നമുക്ക് കൂടുതൽ സ്വീകാര്യമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ TV ചാനലുകളുടെയുള്ള പ്രക്ഷേപണം സഭ ആരംഭിച്ചിരിക്കുന്നത്. ഗുഡ്നസ് TV, ഷാലോം TV, ഷെക്കീന TV എന്നീ 3 ചാനലുകളാണ് നമുക്ക് ഈ വിശ്വാസ പരിശീലനം കുട്ടികൾക്ക് എത്തിക്കാനായിട്ട് മുന്നോട്ട് വന്ന് സഹായിക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഞാൻ ഈ 3 ചാനലുകളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർ സഭയുടെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഒരു വലിയ സന്ദർഭമാണിത്. അപ്പോൾ ഈ TV ചാനലുകളിലൂടെ വിശ്വാസ പരിശീലനം സ്വീകരിക്കുവാനുള്ള സാഹചര്യത്തെ, അതിൻ്റെ സൗകര്യങ്ങളെ കഴിവതും സഭയിൽ മക്കളെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരുപക്ഷേ കുട്ടികളോടൊപ്പം മുതിർന്നവർക്കും വിശ്വാസ പരിശീലനം നേടുവാൻ ഈ ഒരു പദ്ധതി വഴി സാധ്യമാവുകയാണ് ചെയ്യുന്നതെന്നും ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ ഈ പരീക്ഷണ കാലത്തും നമ്മൾ പരിശ്രമിക്കണം. അതുവഴിയായിട്ട് നമുക്ക് ഈ വെല്ലുവിളിയെ നേരിടുവാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ട് നമ്മുടെ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിശ്വാസ പരിശീലനത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സഭയുടെ വിശ്വാസ പരിശീലന ഡയറക്ടറി, ദ ഡയറക്ടറി ഓഫ് കാറ്റക്കേസിസ് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ നമുക്ക് 5 ഘടകങ്ങൾ കാണാം. ഒന്നാമത്തത് വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നു വിശ്വാസ പരിശീലനത്തിലൂടെ എന്നുള്ളതാണ്. ക്ലാസ്സുകളിൽ പ്രധാനമായിട്ട് നടക്കുന്നത് അതാണ്. അതായത് ദൈവവചനത്തിലും സഭയുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ്, എന്താണ് ഈ വിശ്വാസത്തിൻ്റെ തനിമ, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എന്താണ് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ എന്നൊക്കെ നമുക്ക് അറിവ് ലഭിക്കുകയാണ് ഈ ക്ലാസ്സുകളിലൂടെ. രണ്ടാമതായിട്ട് ദിവ്യരഹസ്യങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുവാനുള്ള പരിശീലനമാണ്. നമുക്കറിയാമല്ലോ, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിലൂടെ ഈ ലോകത്തിൽ നിറവേറിയ രക്ഷാകര രഹസ്യത്തിലുള്ള നമ്മുടെ ആഴമായ ബോധ്യമാണ്. അപ്പോൾ ഈ ആഴമായ ബോധ്യം നമ്മളിൽ കൂടുതൽ കൂടുതൽ വളർത്തുവാനായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും സാധിക്കുമ്പോൾ മറ്റ് ദിവസങ്ങളിലുമൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന ദിവ്യരഹസ്യങ്ങൾ, വിശുദ്ധ കുർബാന പ്രത്യേകിച്ചും നമ്മളെ ഈ ഒരു ആരാധനാനുഭവത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. 7 കൂദാശകളുടെ പരികർമ്മങ്ങളിലും അവയോട് ബന്ധപ്പെട്ടിട്ടുള്ള കൂദാശ അനുകരണങ്ങളുടെ പരികർമ്മത്തിലുമെല്ലാം പ്രഖ്യാപിതമാകുന്നത്, നമുക്കനുഭവവേദ്യമാകുന്നത്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമായ ഒരു അനുഭവമാണ്. വിശ്വസിക്കുന്ന നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ ആത്മാവിൽ ആ വിശ്വാസം നമ്മുടെ സ്വന്തമാക്കി തീർക്കുന്ന ഒരു സമയമാണ് ആരാധനയുടെ സമയം, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൻ്റെ സമയം. അങ്ങനെ നമ്മുടെ വിശ്വാസത്തെ ആരാധനാപരമായിട്ടുള്ള ഒരനുഭവമാക്കി മാറ്റുകയും ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മൾ കൂടുതൽ ഉള്ള ബന്ധത്തിൽ നമ്മൾ കൂടുതൽ ആഴപ്പെടുകയും ചെയ്യുന്ന ഈ ആരാധന അനുഭവമാണ് വിശ്വാസ പരിശീലനത്തിൽ കുട്ടികൾക്ക് നൽകുവാൻ പരിശീലകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മൂന്നാമതായിട്ട്
ഈ വിശ്വാസ പരിശീലനത്തിലൂടെ നമുക്ക് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ദൈവികവും മാനുഷികവുമായ വ്യക്തിത്വത്തിൽ ഉൾച്ചേരുവാനും അവിടുന്ന് നൽകിയ ആ ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ മാതൃകയിൽ നമ്മളെ തന്നെ വളർത്തുവാനും നമുക്ക് വിശ്വാസ പരിശീലനം ഉപകരിക്കുന്നു. ഈശോയോടൊപ്പം ജീവിക്കുവാൻ, മറ്റൊരു ഈശോയായിട്ട് എന്ന് വെച്ചാൽ ആ ഈശോയുടെ ജീവിത സാക്ഷ്യത്തിന് സദൃശമായ ഒരു ജീവിത സാക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ, ഈശോയുടെ സംരക്ഷണത്തിൽ നമ്മളെ നിലനിർത്തുവാൻ. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, എനിക്ക് ജീവിതം ക്രിസ്തുവാണ് എന്ന് വെച്ചാൽ മിശിഹായോടൊപ്പമാണ് നമ്മുടെ ജീവിതം. മിശിഹായിൽ നിന്നും മാറിയുള്ള ഒരു ജീവിതമേ നമുക്കില്ല. അപ്രകാരം ഈശോയാകുന്ന ആ ദൈവ മനുഷ്യ വ്യക്തിയിലേക്ക്, രക്ഷകനിലേക്ക് നമ്മളെ ആനയിക്കുന്ന ഒരനുഭവമായിട്ട് വിശ്വാസ പരിശീലനം മാറണം. നാലാമതായിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനുള്ള പരിശീലനമാണ് വിശ്വാസ പരിശീലനം. പ്രാർത്ഥനയിൽ ഒരുവൻ വിശ്വാസിയായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, അവിടുത്തെ ആരാധിക്കുകയാണ്, അവിടുത്തോട് നന്ദി പറയുകയാണ്, ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ വന്നു പോകാവുന്ന തെറ്റുകൾക്കും കുറ്റങ്ങൾക്കുമൊക്കെ മാപ്പപേക്ഷിക്കുന്നു. മക്കളെന്നുള്ളതിൽ പിതാവിനോട് പറയുകയാണ്, പിതാവെ തെറ്റിപ്പോയി, ക്ഷമിക്കണം എന്ന് മക്കൾ പറയുന്ന ഒരനുഭവമാണ് ആ പ്രാർത്ഥനയിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ് പിതാവിനോട്. മക്കൾക്കടുത്ത നിഷ്കളങ്കതയോടും നിർമ്മലതയോടും കൂടി നമ്മൾ ചോദിച്ചു വാങ്ങുന്നു. അത് കർത്താവ് തരുമെന്ന് പറഞ്ഞിട്ടുമുണ്ടല്ലോ. നിങ്ങൾ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും, മുട്ടുമെന്ന് നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ വചനങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് അനുഭവമായിട്ട് മാറുന്നത്. എത്രയോ പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങൾ വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്ന്, ഇപ്പോൾ ജീവിക്കുന്നവരുടെ ജീവിതങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുതന്നെയാണ് ഇനി വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു ഘടകം, ഒരു ലക്ഷ്യം. അവസാനമായിട്ട് ഈ വിശ്വാസ പരിശീലനം നമ്മളെ സാമൂഹികമായ ജീവിതത്തിലേക്ക്, സഭയുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയാണ്. യഥാർത്ഥമായ സാക്ഷ്യം കൊടുക്കുവാൻ, മിശിഹായ്ക്കൊപ്പം പരിശുദ്ധാത്മാവിലുള്ള ധീരതയോടുകൂടി വിശ്വാസം പ്രഘോഷിക്കുവാൻ, വിശ്വാസം സാക്ഷ്യപ്പെടുത്തുവാൻ, ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും സഭ നമുക്ക് വിശദീകരിച്ച് തരുന്ന രീതിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നിവിടെ ക്രിസ്തു സന്നിഹിതനാണ്, ഇന്നിവിടെ സഭാസന്നിഹിതമായിരിക്കുന്നു, എന്നിലൂടെ ഞാൻ ഉൾച്ചേരുന്ന സമൂഹത്തിലൂടെ എന്നുള്ള ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് വിശ്വാസ പരിശീലനം. ഈ ബോധ്യത്തോടുകൂടി കുട്ടികൾ പോകണം. പലപ്പോഴും ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല, അഥവാ ലഭിച്ചാൽ അത് പിന്നീട് പാളിപ്പോകുന്നു എന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ നമുക്കൊരു അറുതി വരുത്തണം. വിശ്വാസം സ്വീകരിക്കുന്നവരെ, അതിലുള്ള പരിശീലനം നേടുന്നവരെ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുവാനും സമൂഹത്തിൽ സാക്ഷ്യപ്പെടുത്തുവാൻ. ഭാരതമെന്ന് പറയുന്നത് നമുക്കറിയാം, വിവിധ മതവിശ്വാസികളുടെ നടുവിലാണ് ജീവിതം നമ്മുടേത്. അങ്ങനെയുള്ള വിവിധ മതവിശ്വാസങ്ങളുടേതായിട്ടുള്ള ആശയവിനിമയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. മിശിഹ കൊണ്ടുവന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? കർത്താവായ ഈശോ മിശിഹായിലുള്ള രക്ഷയുടെ സവിശേഷത എന്താണ് എന്ന് എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രവൃത്തികളിലൂടെ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അപ്രകാരം ഒരു ക്രിസ്തു ശിഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു ക്രിസ്തു ശിഷ്യ എന്നുള്ള നിലയിൽ സാഫല്യമടയുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ 5 ലക്ഷ്യങ്ങളും നമ്മുടെ വിശ്വാസ പരിശീലനത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ്, വിശ്വാസത്തിൻ്റെ ആരാധനാപരമായ അനുഭവം, വിശ്വാസം ക്രിസ്തുവിൽ ആഴപ്പെടുന്നതായിട്ടുള്ള ആ ശൈലി, അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ മാർഗം, അവസാനമായിട്ട് സമൂഹത്തിലുള്ള സാക്ഷ്യം. ഈ 5 ഘടകങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഓരോ അധ്യാപകനും വിശ്വാസ പരിശീലനം സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ നിർവഹിക്കണമെന്ന് പറയുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. വിശ്വാസ പരിശീലനം എന്ന് പറഞ്ഞാൽ ഈശോയെ കൊടുക്കുകയാണ്. ഈശോയെ സ്വീകരിക്കുവാനും ഈശോയിൽ ജീവിക്കുവാനുമായിട്ട്. ഈ ഡയറക്ടറി ഓഫ് കാറ്റഗൈസിസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, വിശ്വാസ പരിശീലനത്തിൻ്റേതായിട്ടുള്ള ഡയറക്ടറി. അതിൽ പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. ഈശോയിൽ വിശ്വസിക്കുവാനും ഈശോയെ അനുഗമിക്കുവാനും എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ആഴമായ സന്തോഷം പ്രദാനം ചെയ്യുന്നതും എല്ലാവരുടെയും ചുണ്ടുകളിൽ ഈശോയെ പ്രതിധ്വനിപ്പിക്കുവാൻ കഴിയുന്നതുമാകണം വിശ്വാസ പരിശീലനം. നോക്കുക, ഈശോയിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം.
ഈശോയിൽ കേന്ദ്രീകൃതമായി കഴിഞ്ഞാൽ വിശ്വാസ ജീവിതം അതിനാൽ തന്നെ സഭയിലും കേന്ദ്രീകൃതമായി തീർന്നുകൊള്ളും. 2021-22 വർഷത്തെ വിശ്വാസ പരിശീലനം നമുക്കേവർക്കും അനുഗ്രഹപ്രദമായി തീരുവാനായിട്ട് നമ്മുടെ ഈ ചാനലുകളുടെ സഹായത്തോടെ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ സഭയിൽ എല്ലായിടത്തും അവതരിപ്പിക്കപ്പെടുന്നതിനും അത് ഫലപ്രദമായി തീരുന്നതിനും അത് സ്വീകാര്യമാകുവാനും എല്ലാം നമുക്ക് കാരുണ്യവാനായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ പരിശ്രമം നമ്മുടെ സഭയിൽ നിന്ന് വരുന്നുവെന്ന് വരികിലും ഇത് കർത്താവ് നമ്മോടൊപ്പം ചെയ്യുന്ന ഒരു പരിശ്രമമാണ്. അവിടുന്നാണ് ഇന്നും പ്രസംഗിക്കുന്നത്, അവിടുന്നാണ് ഇന്നും നമ്മിലൂടെ ഈ വ്യാഖ്യാനങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നത്. അതോടൊപ്പം ഈ ചാനലുകളിലൂടെയുള്ള ക്ലാസ്സുകൾ മാത്രമല്ല, നമുക്ക് പരിമിതമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ഇടവകകളിൽ ചെയ്യാവുന്ന മറ്റു മാർഗങ്ങളിലൂടെയും ഈ വർഷത്തെ വിശ്വാസ പരിശീലനം വിജയകരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകളോടുകൂടി ഞാൻ സൂചിപ്പിച്ച ഈ വർഷത്തെ വിശ്വാസ പരിശീലനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് അറിയുന്നു. കാരുണ്യവാനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. രക്ഷയുടെ പാതയിൽ അധ്യക്ഷ പ്രസംഗത്തിനായി സീറോ മലബാർ മതബോധന കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞർലക്കാട്ട് പിതാവിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവെ, സീറോ മലബാർ കമ്മീഷൻ അംഗങ്ങളായ അഭിമന്യ ലോറൻസ് മുക്കുഴി പിതാവെ, അഭിമന്യ ജോസഫ് അരുമിച്ചാടത്ത് പിതാവെ, കമ്മീഷൻ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട തോമസ് മേൽവട്ടത്തിലച്ചൻ, സിസ്റ്റർ ജിസ്ലെറ്റ്, രൂപതകളിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട ഡയറക്ടറച്ചന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള മക്കളെ, 2020-21 വിശ്വാസ പരിശീലന വർഷം കോവിഡ് മഹാമാരിയാൽ കുറേയൊക്കെ തടസ്സപ്പെടുകയുണ്ടായി. കോവിഡിൻ്റെ പെട്ടെന്നുള്ള ആ ആരംഭം നമ്മുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കും, ഈ കോവിഡ് കാലത്ത് വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ എങ്ങനെ നടത്താമെന്ന ആശങ്കകളൊക്കെ നമുക്കുണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ സാഹചര്യങ്ങൾക്കൊത്ത് നമ്മുടെ രൂപതകളും രൂപത ഡയറക്ടേഴ്സൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി കഴിഞ്ഞ വർഷത്തെ വിശ്വാസ പരിശീലന പരിപാടികൾ ഒരുവിധം നന്നായിട്ട് നടത്തുവാൻ നമുക്ക് സാധിച്ചു. വിവിധ രൂപതകൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ഓൺലൈനിലൂടെയാണല്ലോ നൽകിയത്. നമ്മുടെ 3 കത്തോലിക്ക ചാനലുകളും വിവിധ രൂപതകളുമായിട്ട് സംയോജിച്ച പ്രവർത്തനങ്ങൾ സഹകരിക്കുകയുണ്ടായി. അവരെല്ലാം ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുകയാണ്. 2021-22 വർഷത്തെ മതബോധന പ്രവർത്തനങ്ങൾ വിശ്വാസ പരിശീലനങ്ങൾ എങ്ങനെ വേണമെന്നതിനെപ്പറ്റി ആലോചിക്കുവാൻ അഭിമന്യ ആലഞ്ചേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ കമ്മീഷൻ അംഗങ്ങളെ കൂടാതെ എല്ലാ രൂപതകളിൽ നിന്നുമുള്ള വിശ്വാസ പരിശീലന നേതൃത്വം കൊടുക്കുന്ന ഡയറക്ടേഴ്സും പങ്കെടുക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം സീറോ മലബാർ കാറ്റഗറ്റിക്കൽ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ആവിഷ്കരണം ചെയ്യണം എന്നുള്ള ചിന്തയാണ് ഉണ്ടായത്. നമ്മുടെ 13 രൂപതകളും ഓരോ പുസ്തകങ്ങൾ ഏറ്റെടുത്ത് ക്ലാസ്സുകൾ ഒരുങ്ങി സംപ്രേഷണത്തിന് സഹായിക്കാൻ തയ്യാറാകാം എന്ന തീരുമാനത്തേക്ക് വരികയുണ്ടായി. നമ്മളിങ്ങനെ ഒരുങ്ങി തയ്യാറാക്കി കൊടുക്കുന്ന ക്ലാസ്സുകൾ ഷൂട്ട് ചെയ്തെടുക്കാനും അത് സംപ്രേഷണം ചെയ്യാനും തയ്യാറായിക്കൊണ്ട് നമ്മുടെ 3 ചാനലുകളും ഷാലോ, ഗുഡ്നസ്, ഷെക്കീന ചാനലുകളും അവയുടെ മേധാവികളും സമ്മതിക്കുകയുണ്ടായി. ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ വചനം കൈമാറുന്നതിനുള്ള ഒരു സംരംഭം, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, കൂട്ടായ്മയോടുകൂടി മുന്നേറുന്നു എന്ന് തന്നെയുള്ളത് വലിയൊരു സന്ദേശമാണല്ലോ. ഈ വർഷത്തെ
ഈ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മീഷൻ സെക്രട്ടറി തോമസ് അച്ഛനെയും അച്ഛനെ സഹായിക്കുന്ന സിസ്റ്റർ ജോസ്ലെറ്റ്, ഓഫീസിലുള്ള മറ്റ് ശുശ്രൂഷകൾ എല്ലാവരും സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. പാഠപുസ്തകങ്ങൾ ഏറ്റെടുത്ത് തയ്യാറാക്കി സംപ്രേഷണത്തിന് തയ്യാറാക്കുവാൻ മുൻകൈ എടുക്കുന്ന ഡയറക്ടർമാരെയും അതിനോട് സഹകരിക്കുന്ന അധ്യാപകരെയും ഒപ്പം TV ചാനലുകളുടെ അധികാരികളെ സ്നേഹത്തോടെ ഓർക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. രക്ഷയുടെ പാതയിൽ നന്ദിയുടെ വാക്കുകളുമായി സീറോ മലബാർ മതബോധന കമ്മീഷൻ ഓഫീസ് സെക്രട്ടറി റവറ സിസ്റ്റർ ജിസ്ലെറ്റ് MS ജെ. സ്നേഹമുള്ളവരെ, ദൈവിക വെളിപാടിലൂടെ സഭ സ്വന്തമാക്കിയ വിശ്വാസ പൈതൃകം കലർപ്പ് കൂടാതെ വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ഏറെ പ്രാധാന്യമേറിയ ദൗത്യം ഏറ്റവും തീക്ഷ്ണതയോടെ നിർവഹിക്കുവാൻ സഭാതലം മുതൽ ഇടവകയിലെ വിശ്വാസ പരിശീലകരും ഓരോ കുടുംബാംഗങ്ങൾ വരെ കൈകൾ കോർക്കുന്ന 2021-22 വിശ്വാസ പരിശീലന വർഷ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കുചേർന്ന് നമുക്ക് സകലതും നന്മയാക്കി മാറ്റുന്ന ദൈവത്തിന് ഒരു മനമോടെ നന്ദിയേകാം. സഭയെ വിശ്വാസ പരിശീലനത്തിന് അതുല്യമായ സ്ഥാനമുണ്ടെന്ന് തൻ്റെ വാക്കുകളിലൂടെയും പഠനങ്ങളിലൂടെയും ഓർമ്മപ്പെടുത്തി വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഇന്നേ ദിനം 2021-22 വിശ്വാസ പരിശീലന വർഷം ഉദ്ഘാടനം ചെയ്ത് വിശ്വാസ പരിശീലന ലക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തിയ സ്നേഹബഹുമാനപ്പെട്ട സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, അങ്ങേക്ക് സീറോ മലബാർ മതബോധന കമ്മീഷൻ്റെ പേരിലും എല്ലാ മതബോധന ഡയറക്ടേഴ്സിൻ്റെയും സഭാതനയരുടെ പേരിലും കൃത്യമായ നന്ദി ഏകുന്നു. സീറോ മലബാർ മതബോധന കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരളക്കാട്ട് പിതാവേ, ജ്വലിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അർപ്പണബോധത്തോടെ ക്രമീകരിക്കുകയും ഇന്നേ ദിനം അധ്യക്ഷ പ്രസംഗത്തിലൂടെ ഞങ്ങളെ ധന്യരാക്കുകയും ചെയ്ത പിതാവിന് സഭാതനയരായ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഏകുന്നു. വിശ്വാസ പരിശീലന മേഖലയെ ശക്തിപ്പെടുത്തുവാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സീറോ മലബാർ മതബോധന കമ്മീഷൻ അംഗങ്ങളായ മാർ ലോറൻസ് മുക്കുഴി പിതാവിനും മാർ ജോസഫ് അരുമച്ചടത്ത് പിതാവിനും ഏറെ നന്ദി. വിശ്വാസ ദീപം പകർന്നേകുവാൻ സഭയുടെ ദൗത്യത്തോട് ചേർന്ന് നിന്ന് വിശ്വാസ പരിശീലന ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്ന ശാലോം, ഗുഡ്നസ്, ഷെക്കീന TV ചാനലുകൾക്ക് നേതൃത്വം നൽകുന്നവർക്കും അണിയറ പ്രവർത്തകർക്കും സീറോ മലബാർ മതബോധന കമ്മീഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വിശ്വാസ പരിശീലന ഉദ്ഘാടന ചടങ്ങിലേക്ക് നമുക്ക് സ്വാഗതം ആശംസിച്ച മതബോധന കമ്മീഷൻ സെക്രട്ടറി റവറൻ ഫാദർ തോമസ് മേൽവെട്ടത്തച്ഛനും പ്രാർത്ഥനാഗാനം ആലപിച്ച കാക്കനാട് ഇടവകയിലെ അലീന, അനഘ, തെരേസ് എന്നീ കുട്ടികൾക്കും പ്രത്യേകമായ നന്ദി. 2021-22 വിശ്വാസ പരിശീലന ക്രമീകരണങ്ങൾക്ക് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിരൂപത, രൂപത മതബോധന ഡയറക്ടേഴ്സ്, മറ്റു വൈദികർ, സന്യസ്തർ, വിശ്വാസ പരിശീലനം കൊടുക്കുന്ന അധ്യാപകർ, ഇവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങൾ, എല്ലാവരിലുമുപരി വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ, കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും മതബോധന കമ്മീഷൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെ, ഈശോയെ അറിയുവാൻ, സ്നേഹിക്കുവാൻ, ജീവിതത്തെ സ്വീകരിക്കുവാൻ, സാക്ഷികളാകുവാൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്ന് അനുഗ്രഹപ്രദമായ ഒരു വിശ്വാസ പരിശീലന വർഷം സീറോ മലബാർ മതബോധന കമ്മീഷൻ്റെ പേരിൽ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യമായ നന്ദി. രക്ഷയുടെ പാതയിൽ